പ്രതി ഞാനിപ്പോൾ നിൽക്കുന്നത് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാർമലയിലാണ്. വെള്ളാർമലയിലെ ഈ സ്കൂളിൻ്റെ മുൻഭാഗത്തുള്ള മേപ്പാടിയിലെ വെള്ളാർമലയിലെ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൊട്ട് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടേക്കാണ് ഈ ഉരുളുപൊട്ടി വന്ന മണ്ണും കല്ലും വെള്ളവും എല്ലാം ഇടിച്ചു കയറിയത്. ഒരുപാട് മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഭാഗമാണ്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ ദൃശ്യങ്ങൾ കാണാമെന്ന് ഞാൻ കരുതുന്നു. ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് ആ മൃതദേഹം കുഴിച്ചെടുക്കുന്നതിൻ്റെ NDRF ആണ് അവിടെ നിന്ന് മൃതദേഹം കണ്ടെടുത്തത്. ഈ ചെളിക്കടിയിൽ ഈ മരക്കൂട്ടങ്ങൾക്ക് അടിയിലായി ആ ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. അതിൻ്റെ NDRF എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ മറ്റൊരു ഭാഗത്ത് കൊടുക്കാവുന്നതാണ്. അവിടെ ഇനിയും ഈ അവശിഷ്ടങ്ങൾക്കടിയിൽ മൃതദേഹം കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ഇപ്പോൾ അവിടെ കുഴിച്ച് പരിശോധിക്കുകയാണ്. ആഴത്തിൽ എടുത്ത് സാധനങ്ങൾ നീക്കുമ്പോൾ നമുക്ക് സ്കൂളിൻ്റെ ഭാഗങ്ങൾ കാണാം. ഒരു സ്കൂളിൻ്റെ നെയിം ബോർഡ് അടക്കം നമുക്ക് കാണാം. നേരത്തെ ആ ഉരുള് പൊട്ടി വന്ന ഭാഗത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഇതിനടിയിലുണ്ട്. വീടുകളുടെ മേൽക്കൂര, ഒപ്പം തന്നെ മറ്റ് ഇവിടെ ഉണ്ടായിരുന്ന കമ്പി കൊണ്ടുള്ള സ്ട്രക്ചറുകൾ, അതിൻ്റെയൊക്കെ ഭാഗങ്ങൾ നമുക്ക് അവിടെ മറുഭാഗത്തും കാണാൻ കഴിയും. ഏത് രീതിയിലാണ് ഇവിടെ ഇപ്പോൾ കണ്ടെത്തൽ നടത്തുന്നതിനായിട്ടുള്ള ശ്രമകരമായ ഒരു ദൗത്യം മുന്നോട്ട് പോകുന്നത് എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വലിയ മരങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ അടിഞ്ഞുകൂടിയത്, അതൊക്കെയാണ് ഇപ്പോൾ ഉയർത്തിയെടുക്കുന്നത്. അതിനടിയിൽ നിന്നൊക്കെയാണ് നേരത്തെ ഒരു പുരുഷന്റെ മൃതദേഹമാണ് കിട്ടിയത്. 50 വയസ്സോളം പ്രായം വരും. അഴുകി തുടങ്ങിയതിനാൽ തിരിച്ചറിയാൻ DNA പരിശോധന അത്യാവശ്യമാണ്. വലിയ മരക്കഷണങ്ങൾ ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം കൊണ്ട് എടുത്ത് മാറ്റുന്നത് നമുക്ക് കാണാം. ഇതെല്ലാം ഈ സ്കൂളിൻ്റെ വശത്തേക്ക് വന്നടിയുകയായിരുന്നു. താഴത്തെ നില പൂർണ്ണമായും ഇടിഞ്ഞ് തകർന്ന നിലയിലാണ്. അതിനടിയിൽ നിന്നാണ്, അതിനോട് ചേർന്ന ഭാഗത്തു നിന്നാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഈ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ NDRF ആണ്. ഈ പരിശോധനയിൽ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ തെർമൽ ഇമേജിംഗ് നടത്തിയിരുന്നല്ലോ, അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ കുഴിക്കുന്നത്? കൃത്യമായി മാഡം, ഇത് തെർമൽ ഇമേജിംഗ് നടത്തിയായിരുന്നു. ഇന്ന് പക്ഷേ നമ്മൾ ഏർലി മോർണിംഗ് തൊട്ടാണ് നമ്മളിവിടെ സെർച്ച് ഓപ്പറേഷൻ NDRF ടീമോടെ നടത്തിയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സംശയമുള്ളിടത്തെല്ലാം ചെറുതായിട്ടൊന്ന് നോക്കി, കാരണം ലൈവ് വിക്ടിം കിട്ടുന്ന ഒരു ചാൻസ് ഉണ്ടോ എന്നറിയാം. അതിനുശേഷം നമ്മൾ ഡോസ് കോഡുമായിട്ട് സെർച്ച് ചെയ്തിരുന്നു. ഡോസ് കോഡ് വന്ന് ഇവിടെ ഡോഗ് ബാർക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ ഈ ഏരിയ പൂർണ്ണമായും നമ്മൾ സെർച്ച് ചെയ്തത്. അപ്പോഴാണ് നമുക്കൊരു കടാവർ തെർമൽ ഇമേജ് നടത്തിയ സ്ഥലങ്ങളിൽ കടാവർ നായകളെ കൊണ്ടുവന്നാണ് ഉറപ്പിച്ചതിന് ശേഷമാണ് കുഴിക്കുന്നത്. ഓക്കെ മാഡം, അത് തന്നെയാണ് മാഡം. കാരണം ഈ ബിൽഡിംഗ് ഇപ്പോഴത്തന്നെ ഇതിന് അടിസ്ഥാനമൊന്നും ഇല്ലായിരിക്കണം. ഏത് നിമിഷം ഇത് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പൊളിഞ്ഞ് താഴെ, അതായത് ഇതിൻ്റെ താഴത്തെ ഭാഗം ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ ഭാഗങ്ങളും താഴേക്ക് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാം. നോക്കൂ, അടിത്തറ പൂർണ്ണമായും വിട്ടുകഴിഞ്ഞു. ചില ഭാഗങ്ങളിൽ മാത്രമാണ്, 1-2 പില്ലറുകൾ മാത്രമാണ് ഇപ്പോൾ ഉറപ്പോടെ നിൽക്കുന്നത്. ബാക്കി ഭാഗങ്ങളെല്ലാം അടർന്നു കഴിഞ്ഞു. വെള്ളം ആ ഭാഗത്തേക്ക് ഒലിച്ചു വരുന്നുണ്ട്. ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന വസ്തുക്കൾ നീക്കുമ്പോൾ ഒരുപക്ഷെ ആ കെട്ടിടം നിലം പതിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപകട സാധ്യതയുള്ള മേഖലയായതിനാൽ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് മാറുകയാണ്. നമ്മളിപ്പോൾ മൃതദേഹം കണ്ടെടുത്തു. അവിടെ കടാവർ നായകളെ ഉപയോഗിച്ചാണ് തെരഞ്ഞത്. മറ്റു ഭാഗങ്ങളിലും കുഴിക്കുന്നുണ്ട്. ഈ സ്കൂളിന് ചുറ്റും ഇവിടേക്ക് കൂടുതൽ പേരുടെ വന്നടിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ? അതെ മാഡം, കാരണം മുകളിൽ നിന്ന് വന്ന ലാൻഡ് സ്ലൈഡ് ഏകദേശം ഇവിടെയാണ് കൂടുതൽ മരങ്ങളും ബിൽഡിങ്ങുകളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെയാണ് വന്ന് അടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് വിക്ടിം കിട്ടാനുള്ള കൂടുതൽ ചാൻസ് ഉള്ളത്. അതോടെ സൈമൾട്ടേനിയസ്ലി നമ്മുടെ ടീം പുറകിലും ആ ഏരിയയിലെല്ലാം തന്നെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ടീം വില്ലേജിലോട്ടും പോയിട്ടുണ്ട്. മുകളിൽ മുണ്ടക്കൈ ഗ്രാമത്തിലും നമ്മുടെ ടീമുകൾ ഇപ്പോൾ ആൾറെഡി സെർച്ചിങ്ങിലാണ്. ഇവിടെ ഈ ഭാഗം മുഴുവൻ കുഴിക്കുക, ഈ സ്കൂളിൻ്റെ ഇപ്പോൾ 1ാം ക്ലാസ് മുറിയുടെ ഭാഗം അവിടെയൊക്കെയാണ് ഇപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം മുഴുവൻ കുഴിക്കാനാണ് നമ്മൾ നിൽക്കുന്ന ഇടമടക്കം? ഈ ഇടം കുറച്ച് മാത്രമേ കുഴിക്കത്തുള്ളൂ. കാരണം ഇവിടെ സ്ട്രോങ് ആയ ബേസ്മെന്റ് ഉള്ളതാണ്. കാരണം നമ്മൾ മെയിനായിട്ട് നിൽക്കുന്നത് ആ ഏരിയയിൽ. അവിടെ കൂടുതൽ മരങ്ങളെല്ലാം വന്ന് അടിഞ്ഞിട്ടുണ്ട്. കാരണം മുട്ടിനൊപ്പം കൂടുതൽ ചെളിയുണ്ട്. അപ്പോൾ അവിടെയാണ് കൂടുതൽ നമ്മൾ ഡീപ്പായിട്ട് സെർച്ച് ചെയ്യാൻ. തെർമൽ ഇമേജിങ്ങിലും ആ ഭാഗം സ്പോട്ട് ചെയ്തിരുന്നു. അവിടെ സ്പോട്ട് ചെയ്തിരുന്നു വേണം. അതോടൊപ്പം തന്നെ കടാവർ നായ അവിടെയും പാർക്ക് ചെയ്തതാണ്. നമ്മൾ അവിടേക്ക് ഒന്ന് നീങ്ങുകയാണ്. ബെഞ്ചിത് പി ഗോപാലാണ് സ്മൃതി എനിക്കൊപ്പം ഉള്ളത്. നമ്മൾ ആ മേഖലയിലേക്ക് ഒന്ന് കടന്നു ചെല്ലുകയാണ്. ഇവിടെ ഇപ്പോൾ അവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്നത് നമുക്ക് കാണാം. ഒപ്പം ചെളി പുതഞ്ഞു കിടക്കുന്ന ഇടത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാർമലയുടെ ആദ്യത്തെ കെട്ടിടം 1ാം ക്ലാസ് മുറി 1A എന്നെഴുതിയ ക്ലാസ് മുറി നമുക്ക് കാണാം. ഈ ക്ലാസ് മുറിയിലേക്ക് വരെ ഇതെല്ലാം കല്ലും മണ്ണും എല്ലാം വന്നു കയറിയ ഒരു ക്ലാസ് മുറി. ആ ക്ലാസ് മുറിയുടെ താഴെ ഭാഗമൊക്കെ പൂർണ്ണമായും തകർന്ന ഒരു ക്ലാസ് മുറിയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കുഞ്ഞുങ്ങൾ ഓടിക്കളിച്ചിരുന്ന, കുഞ്ഞുങ്ങളുടെ കളിച്ചിരികൾ ഉണ്ടായിരുന്ന 1ാം ക്ലാസ് മുറി. അതിനകത്തേക്കും ഇപ്പോൾ കല്ലും മണ്ണും ചെളിയും എല്ലാം കയറി കിടക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഇപ്പോൾ അപകട സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അധിക സമയം ഇവിടെ ചെലവഴിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ഒരു ഭാഗം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ ഭാഗത്തു നിന്നും അടർന്നു തുടങ്ങുകയാണ്. ബെഞ്ചുത, ദൃശ്യങ്ങളിലേക്ക് പോകാം. അവിടെ ഇപ്പോൾ ഞാൻ കയറിയ ക്ലാസ് മുറിയുടെ ഇപ്പുറത്തെ ഭാഗമാണ് പൊളിച്ചു നീക്കുന്നത്. അവിടെയും ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. ആരെയെങ്കിലും ജീവനോടെ കണ്ടെത്താൻ കഴിയുമോ എന്ന പരിശോധന ഇന്ന് രാവിലെയും നടത്തിയെന്നാണ് NDRF പറഞ്ഞത്. പക്ഷേ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കുഴിക്കുന്ന ഇടത്താണ് കടാവർ നായകൾ വന്ന് കുരച്ചത്. അവിടെ മൃതദേഹം കിടക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവിടം പൂർണ്ണമായും പൊളിക്കുകയാണ്. ആ ഭാഗത്തേക്ക് ഒരുപാട് കല്ലും മണ്ണും ചെളിയും എല്ലാം വന്നടിഞ്ഞ ഭാഗമാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി കാണാമെന്ന് കരുതുന്നു. ഇപ്പോൾ തടിയൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭാഗവും
നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നോക്കൂ, ഇപ്പോൾ ഈ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തിൻ്റെ മറുഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. അതിൻ്റെ ആ ഒരു എത്ര ണ്ട് എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് ഞാൻ കരുതുന്നത്. സ്മൃതി, നോക്കൂ, ഈ ഭാഗം മുഴുവൻ പൊളിക്കേണ്ടിയിരിക്കുന്നു. ഈ ഭാഗത്താണ് ഈ തെരച്ചിൽ ഇനി തുടരേണ്ടത്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ 1-ാം ക്ലാസ് മുറി, ഞാൻ നേരത്തെ കയറിപ്പോയത് 1-ാം ക്ലാസ് 1A എന്ന ക്ലാസ് റൂമാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ മൃതദേഹം ഉണ്ട് എന്ന് കരുതുന്ന ഭാഗം. ഇവിടെ കൂടെയുള്ള മൂവ്മെൻറ്റ് കുറച്ച് ദുഷ്കരമാണ്. അതുകൊണ്ട് ദൃശ്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എങ്കിലും ഞാൻ തുടരുകയാണ്. ഇവിടെ ഇപ്പോൾ പൂർണ്ണമായും കുഴിച്ച് പരിശോധിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു സ്മൃതി. ദൃശ്യങ്ങൾ കാണാം. വെള്ളാർമല സ്കൂൾ നടുത്ത് ഒരു മൃതദേഹം കമിഴ്ന്ന് കിടന്ന നിലയിൽ ഇപ്പോൾ ഇതിനകം കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും അവിടെ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന കടാവർന്നായ സൂചന നൽകിക്കഴിഞ്ഞു. അവിടം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഇപ്പോൾ JCB ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ മുഴുവൻ മരങ്ങൾ അടിഞ്ഞിരിക്കുകയാണ്, മരങ്ങൾ ഒഴുകിയെത്തി അടിഞ്ഞിരിക്കുകയാണ്. ഇതിന് മുഴുവൻ മാറ്റിയ ശേഷമേ ഇതിന് താഴേക്ക് തിരച്ചിൽ നടത്താനാകൂ. ഏതായാലും ഒരു മൃതദേഹം ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു. ഈ പ്രദേശത്ത് നേരത്തെയും കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയ പ്രദേശമാണ്. 4 ദിവസം പഴകിയ മൃതദേഹമാണ്. കമിഴ്ന്ന് കിടക്കുന്ന നിലയിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയത്. അത് സ്ത്രീയോ പുരുഷനോ എന്നൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. കൂടുതൽ പരിശോധനകളിലേക്ക്, സൂചനകളുടെ അടിസ്ഥാനത്തിലുള്ള തിരച്ചിലേക്ക് കടക്കുകയാണ് ദൗത്യ സംഘം.